എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടഫസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂൺ 15, 16 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണിത്. അതായത് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ്? അപ്പോൾ എന്താണ് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നത് ആരാണ്? കാരണം ഓൾറെഡി തന്നെ നമ്മുടെ CDS അല്ലെ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് മാറിയ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പൊ അതേപോലെ തന്നെ സൈനിക തലപ്പത്ത് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി എന്ന് പറയുന്നത് ധീരജ് സേത്ത്. ആരാണ്? ധീരജ് സേത്ത് ആണ്. ഈ ഒരു പേരൊന്ന് കൃത്യമായിട്ട് ഓർക്കുക. കാരണം ഈ മാസം അവസാനത്തോടു കൂടി നമ്മുടെ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ കാലാവധി കഴിയുകയാണ് കേട്ടോ. അപ്പൊ അതിനുശേഷമായിരിക്കും ഇദ്ദേഹം അധികാരമേൽക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പഠിക്കുക. അധികാരമേൽക്കട്ടെ, നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു പുരസ്കാരം തന്നെയാണ്. അതായത് കേശവദേവ് പുരസ്കാരമാണ്. അപ്പോൾ 2026 പ്രഖ്യാപിച്ച കേശവദേവ് പുരസ്കാരത്തിൽ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? 2026 കേശവദേവ് പുരസ്കാരം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു. അതിൽ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ്. അത് സുഭാഷ് ചന്ദ്രനാണ്. ഇദ്ദേഹത്തെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. സമുദ്രശില പോലെയുള്ള പുസ്തകങ്ങൾ എഴുതിയ ആളാണ്. അപ്പോൾ ഇദ്ദേഹം സാഹിത്യ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു സുഭാഷ് ചന്ദ്രന് ഈ കേശവദേവ് പുരസ്കാരം നൽകിയത് എന്നുള്ളൊരു കാര്യം പഠിക്കുക. ഇനി നമ്മളിവിടെ പറഞ്ഞില്ലേടാ, കേശവദേവ് സാഹിത്യ പുരസ്കാരം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റൊരു അവാർഡ് കൂടി കാണണമല്ലോ അല്ലെ. അപ്പോൾ ഇനി അടുത്ത അവാർഡ് എന്ന് പറയുന്നത് കേശവദേവ് ഡയാബ് സ്ക്രീൻ കേരള പുരസ്കാരമാണ് കേട്ടോ. അപ്പോൾ കേശവദേവ് ഡയാബ് സ്ക്രീൻ കേരള പുരസ്കാരമാണ്. ഇത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ. ആർക്കാണ്? ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു അപരിചിതയായ വ്യക്തിക്ക് എന്താണ് സ്വന്തം വൃക്ക ദാനം ചെയ്തതിലൂടെ പ്രശസ്തയായ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് തങ്കം സുബ്രഹ്മണ്യൻ. സോ അവരുടെ ആ ഒരു എന്താണ് മനോഭാവം കാരണമാണ്, ആ ഒരു മനോഭാവത്തിനാണ് ഈ ഒരു പുരസ്കാരം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് നമ്മളിനിയിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന നമ്മുടെ പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ജൂൺ 19 തീയതിയാണ് കേരള ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു സ്പെഷ്യൽ വീഡിയോ അതിന് വേണ്ടിയിട്ട് ചെയ്യും. അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന പോയിന്റ് ഇതാണ്. 2026 ജൂണിൽ അവതരിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ ബജറ്റിന്റെ പ്രമേയം എന്താണ്? അപ്പോൾ 2026 ജൂൺ മാസം അവതരിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ ബജറ്റിന്റെ പ്രമേയം എന്താണ്? അത് സദ്ഭരണം സഹാനുഭൂതി. ഇതാണ് സദ്ഭരണം സഹാനുഭൂതി എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ ബജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ധനകാര്യ മന്ത്രിയെ അറിയണം അല്ലെ. നിലവിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള VD സതീശൻ തന്നെയാണ്. സോ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. നിലവിലെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ആര് തന്നെയാണ്? VD സതീശൻ തന്നെയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ബാക്കി ബജറ്റ് പ്രഖ്യാപിക്കട്ടെ. ബജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം ചർച്ച ചെയ്യാം. ഇനി അടുത്തതൊരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഗംഗ. എന്താണ് പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ എന്താണ് പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ്? അപ്പോൾ അത് ഉത്തർപ്രദേശ് ആണ് എന്നുള്ള കാര്യം പഠിക്കട്ടെ. ആദ്യമേ പറയുന്നു പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഉത്തർപ്രദേശ് ആണ്. ദെൻ ഇതിനു മുൻപ് ഈ ഒരു ഗംഗ റിലേറ്റ് ചെയ്ത്, ഈ ഒരു ഗംഗ എന്ന് പറയുന്ന പേര് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇതിനു മുൻപ് ഒരു ക്യാമ്പയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2025 ജൂണിൽ, അതായത് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ എന്ന് പറയുന്ന ഒരു ജലസംരക്ഷണ ക്യാമ്പയിന് ഒരു സംസ്ഥാനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് അത്? രാജസ്ഥാനാണ്. നമ്മൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ അതല്ല, ഇത് പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്ന ഉത്തർപ്രദേശിന്റെ ഒരു പദ്ധതിയാണ്. ഇനി നമുക്ക് ആ പദ്ധതിയിലേക്ക് പോവാം. അതായത് ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകളിൽ കുറഞ്ഞ ചെലവിൽ ഹൈസ്പീഡ് ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് പ്രോജക്റ്റ് ഗംഗ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്ന പദ്ധതി പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞു? ഉത്തർപ്രദേശ് ആണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു? ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകളിലേക്ക് എന്ത് ചെയ്യുക? കുറഞ്ഞ ചെലവിൽ ഹൈ സ്പീഡ് ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. സോ ഇതിലൂടെ തന്നെ ഗ്രാമീണ മേഖലയിലുള്ള ഒരു ഡിജിറ്റൽ ഇടവുണ്ടല്ലോ, അതായത് ഈ ഒരു നഗരവും ഗ്രാമീണ മേഖലയും തമ്മിൽ ഈ ഒരു ഇന്റർനെറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിജിറ്റൽ ഇടവ് എന്ത് ചെയ്യാൻ പറ്റും? നികത്താനായിട്ട് സാധിക്കും. ഇനി അത് മാത്രമല്ല, ഈ ഗവേണൻസ് വളരെ കാര്യക്ഷമമായിട്ട് അവിടെ നടപ്പാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നുണ്ട്. സോ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എന്തായാലും പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം ഓർക്കുക. ജസ്റ്റ് അതിന്റെ കൂടെ ഈ ഒരു വന്ദേ ഗംഗ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞ രാജസ്ഥാന്റെ ആ ക്യാമ്പയിനും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക.
ഇനി അടുത്തത് വീണ്ടും മറ്റൊരു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് അടുത്തിടെ KG തലം മുതൽ PG തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അതായത് ഒരു ഇന്ത്യൻ സംസ്ഥാനം എന്ത് ചെയ്തിരിക്കുകയാണ്? KG തലം മുതൽ PG തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് സംസ്ഥാന സർക്കാരിന്റെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമാക്കിയിരിക്കുകയാണ്. അത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ. ഏതാണടാ? ഒഡീഷയാണ്. കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒഡീഷയുടെ മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാലോ അല്ലേ? മോഹൻ ചരൺ മാജിയാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ ഒഡീഷയുടെ മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞത് ഉത്തർപ്രദേശിന്റെ കാര്യമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് അറിയാം, യോഗി ആദിത്യനാഥാണ്. ഇതെല്ലാവർക്കും അറിയാം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സോ ഇങ്ങനെ നമ്മളോരോ കാര്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ ഒരുപാട് കൂടി വരികയാണ്. ഇനി അത് മാത്രമല്ല, ഒരു റോഡ് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തി കിടക്കുന്നത് കണ്ടാൽ തന്നെ ചില ആൾക്കാരൊന്നും സഡനായിട്ട് ചെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനൊന്നും ട്രൈ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ വരുന്ന മറ്റ് നൂലാമാലകളൊക്കെ പേടിച്ചിട്ടാണ് ഇവരിൽ പല ആൾക്കാരും. രക്ഷിക്കണമെന്ന് ആഗ്രഹം കാണും, പക്ഷേ ഇനി അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ താൻ അത് വാദി പ്രതിയാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഈ എത്തിക്കാതെ പോകുന്ന കുറേ ആൾക്കാരും ഉണ്ടാവും. സോ ഇവിടെ അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ അങ്ങനെയുള്ള സാധാരണക്കാരുടെ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ അകറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് രഘുവീർ എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് രഘുവീർ? അപ്പൊ നമുക്ക് നോക്കാം. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കുന്നതിനായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? എന്താണ് പറഞ്ഞത്? റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കുക. അതായത് ഈ ഒരു റോഡ് അപകടത്തിന് ശേഷമുള്ള ആ ഒരു 1 അവർ എന്ന് പറയുന്നത്, അപകടത്തിൽപ്പെട്ട ആളിന്റെ ആ ഒരു 1 അവർ എന്ന് പറയുന്നത് ഗോൾഡൻ അവർ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു 1 അവറിനകത്ത് പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം അതിൽ അവരുടെ പലർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപകടനില തരണം ചെയ്യാനായിട്ട് സാധിക്കും. സോ ആംബുലൻസ് വരും വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരാൾ മുൻകൈയെടുത്ത് ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യുക, ആദരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രൈസ് മണി പോലെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്. അതായത് മാക്സിമം 25,000 രൂപ ഒരു സമ്മാന തുക നൽകുന്നു, ഒരു പ്രശസ്തി പത്രം നൽകുന്നു. അതൊക്കെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ദെൻ അത് മാത്രമല്ല, അവരുടെ പേര് വേണം വെളിപ്പെടുത്തണമെന്നുള്ള കാര്യം നിർബന്ധമല്ല. ദെൻ അവരെ എന്താണ് വിസ്തരിക്കണമെങ്കിൽ പോലും അത് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ വിസ്തരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇവർ പ്രതിയാകുമെന്നോ അല്ലെങ്കിൽ ഇവരുടെ പേരിൽ FIR ഇടണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവർ ഹോസ്പിറ്റലിൽ എത്തുക, അതിനുശേഷം ഹോസ്പിറ്റലിൽ ആക്കിയതിനു ശേഷം ഇവർക്ക് പോകാം എന്നുള്ളതാണ് ഈ ഒരു പുതിയ പദ്ധതിയിൽ എന്ത് ചെയ്യുന്നത്, മെൻഷൻ ചെയ്യുന്നത്. സോ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതിയാവും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ലോകത്തിലെ ഒരു ഉയരം കൂടിയ ദേവാലയ ഗോപുരത്തെ പറ്റിയാണ്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരം ഏതാണ്? അപ്പോൾ എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരം ഏതെന്നാണ്? അത് ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈയിടയ്ക്ക് മാർപ്പാപ്പ ലോകത്തിനെ സമർപ്പിക്കുകയുണ്ടായി. സോ അതുകൊണ്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പേര് കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രമേയമാണ്. നമുക്കറിയാം, ലോക രക്തദാതാക്കളുടെ ദിനം അല്ലെങ്കിൽ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ അല്ലെ എന്നാണ് ആചരിക്കുന്നത്. ജൂൺ 14-ാം തീയതിയാണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ ഈ വർഷത്തെ ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ്. അപ്പോൾ 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി ഗീവ് ബ്ലഡ് സേവ് ലൈഫ്സ് എന്നുള്ളതാണ് പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ പ്രമേയങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് തരാറ്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ PSCയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ എക്സാക്ട് ട്രാൻസ്ലേഷൻ എന്താണെന്ന് പല സമയങ്ങളിലും ശ്രദ്ധിക്കാറില്ല. ചില സമയങ്ങളിൽ എന്താണോ ആ കിടക്കുന്നത് അതിനെ ഒന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും അതിന്റെ അർത്ഥതലങ്ങളിൽ വ്യത്യാസങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. എന്നാലും അവരതൊന്നും അതിനെപ്പറ്റി അവർ ബോധർ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ അതുകൊണ്ട് ഈ ഒരു ഇംഗ്ലീഷ് കൊണ്ടൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി അഥവാ മനുഷ്യത്വത്തിന്റെ എന്താണ് ഒരു തുള്ളി, ഗീവ് ബ്ലഡ് രക്തം നൽകൂ, സേവ് ലൈഫ്സ് ജീവൻ രക്ഷിക്കൂ എന്നുള്ളതാണ് ഈ ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ പ്രമേയം. ദെൻ ലോക രക്തദാതാക്കളുടെ ദിനം അല്ലെങ്കിൽ വേൾഡ് ബ്ലഡ് ഡോണർ ഡേ എന്ന് പറയുന്നത് ജൂൺ 14 എന്നുള്ളൊരു കാര്യം കൂടി പഠിക്കുക. കാരണം ഈ ദിനാചരണങ്ങളൊക്കെ നമുക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ടാലന്റിന്റെ LPUP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ ആണ്. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഈ പറയുന്ന LPUP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ചിലരുടെ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. സോ എന്തായാലും നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുന്നേ നിങ്ങൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ടാലന്റ് ഈ ഒരു LPUP അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ന്യൂ SCRT ഫാക്ടുകളും മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ Amazon, Flipkart എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള verantharo.talentgala.com ഈ റാങ്ക് ഫെയിൽ ലഭ്യമാണ്.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 380 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം ആരാണ്? അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ്? ഇവിടെ അന്താരാഷ്ട്ര വനിതാ T20 വരും, അന്താരാഷ്ട്ര ടെസ്റ്റ് വരും, അന്താരാഷ്ട്ര വനിതാ ഏകദിനം വരും. ഈ മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ട് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 380 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം ആരാണ്? അത് ദീപ്തി ശർമ്മയാണെന്നുള്ള കാര്യം പഠിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആളുടെ നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ അല്ലെ? അതൊരു ഇന്ത്യക്കാരിയാണ്, ജുലൻ ഗോസ്വാമിയാണ്. മേ ബി ഉടനെ തന്നെ അവരുടെ റെക്കോർഡ്, അതായത് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? ജുലൻ ഗോസ്വാമിയാണ്. ആ ഒരു റെക്കോർഡ് വൈകാതെ എന്ത് ചെയ്യും? ഈ പറയുന്ന ദീപ്തി ശർമ്മ ബ്രേക്ക് ചെയ്യും. സോ അതൊരു കൃത്യമായ ഒരു അപ്ഡേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുക. ദെൻ അന്താരാഷ്ട്ര വനിതാ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ദീപ്തി ശർമ്മയാണ്. ഇനി കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ നടന്ന വനിതാ ഏകദിന ലോകകപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപ്തി ശർമ്മയാണ്. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ അതെന്തായാലും കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യമാണ്. എന്തെന്ന് പറയുന്നത് പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ചാൽ നടന്നേ? അഹമ്മദാബാദിൽ വെച്ച് നടന്നു അല്ലെ? അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഒരു സിംഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരെന്ന് പറയുന്നത് വീർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ ഒരു യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് രാജ്യമാണ്? അപ്പോൾ 2026 നടന്ന പ്രഥമ യോഗാസന ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് രാജ്യമാണ്? ഇന്ത്യ ആണെന്നുള്ള കാര്യം പഠിക്കുക. ഇനി രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ജപ്പാനാണ്. മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. വേദി നമ്മൾ പറഞ്ഞു എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് വീർ എന്ന് പറയുന്ന സിംഹമാണെന്ന് പറഞ്ഞു. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഏതെന്നാണ്. നമുക്കറിയാം ഇപ്പോൾ 2026 ഫിഫ ലോകകപ്പ് 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത് അല്ലെ? USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടക്കുന്നത്. അതിന്റെ ഔദ്യോഗിക പന്ത് ട്രയോണ്ടയാണെന്ന് നമ്മൾ പറഞ്ഞു. 3 ഭാഗ്യചിഹ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു, ക്ലച്ച്, സായു, മേപ്പിൾ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ദെൻ ഈ ഫിഫ ലോകകപ്പിന്റെ ഇടയ്ക്ക് ചെറിയ ചില സംഭവങ്ങൾ നടക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവാം. ദെൻ ഫൈനലി നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഏതാണ്? അത് ജർമ്മനിയാണ്. ദെൻ ഇവർ ബ്രേക്ക് ചെയ്തത് ബ്രസീലിന്റെ റെക്കോർഡാണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കുക. ദെൻ ഇനി എന്ത് ചെയ്യാം? വീണ്ടും ഒരു അപ്ഡേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ എന്തായാലും ആ സമയം നമ്മളത് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ദെൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവരുടെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇവരെ കുറാസോവ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ 7 ഗോളുകൾ നേടിയപ്പോഴാണ് ജർമ്മനിയുടെ റെക്കോർഡ് ഇത്ര എത്തിയത്. ദെൻ ഈ കുറാസോവ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രത്യേകതയുണ്ട്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അതായത് ഫിഫ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം, അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? കുറാസോവയാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലൊന്ന് ഓർത്തു വെച്ചേക്കാം. ദെൻ ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം ജർമ്മനിയാണ്. അപ്പോൾ വ്യക്തിയാണെങ്കിലോ അത് മിറോസ്ലാവ് ക്ലോസയാണ് കേട്ടോ. മിറോസ്ലാവ് ക്ലോസയാണ്, ജർമ്മനിയുടെ ക്ലോസയാണ് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തിഗത ഗോൾ നേടിയ താരം എന്ന് പറയുന്നത്. മേ ബി ആ റെക്കോർഡും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം? ഈ വർഷം ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കാം. ഇനി അതുപോലെ തന്നെ ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയുടെ ലയണൽ മെസ്സി ആണ്. സോ അതും കൂടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൂർണമെന്റ് ഇടയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ടാലന്റിന്റെ സ്റ്റഡി മേറ്റ്. നിങ്ങൾക്കറിയാം വളരെ വർഷങ്ങളായിട്ട് ടാലന്റ് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഉണ്ട്. അവരുടെ മത്സര പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡുകളും മറ്റുമൊക്കെ പുറത്തിറങ്ങി. കുറച്ച് കാലങ്ങൾ കൊണ്ടേ അവർക്കൊപ്പമുള്ള ഞങ്ങൾ ഇനി മുതൽ സ്കൂൾ കുട്ടികൾക്കൊപ്പം ഉണ്ടാവും. അതായത് ടാലന്റിന്റെ സ്റ്റഡി മേറ്റ് എന്ന് പറയുന്ന പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ 6 മുതൽ 9 വരെയുള്ള പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും സെപ്പറേറ്റ് ഗൈഡാണ്. അപ്പോൾ പാഠഭാഗങ്ങളും അവയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിലെ ആക്ടിവിറ്റികളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഗൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ, അതായത് 90 72 36 57 47 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുട്ടികളോ ഈ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾ പരിചയമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഇതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അന്താരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരു കണ്ടന്റ് ആയിരിക്കും ഇത്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിചാരം അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ഒരുപക്ഷെ സച്ചിൻ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതൊക്കെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹിത് ശർമ്മയാണ് എന്നുള്ള കാര്യം പഠിക്കുക. ദെൻ ഇദ്ദേഹം ടെസ്റ്റിൽ നിന്നൊക്കെ വിരമിച്ചു, ദെൻ T20 നിന്ന് വിരമിച്ചു, ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ദെൻ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 5 സെഞ്ചുറി നേടിയ ആദ്യ താരമാണ് രോഹിത് ശർമ്മ. അതുപോലെ തന്നെ IPL 5 കിരീടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റനാണ്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിക്കുക.
ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിഖിൽ ചൗധരി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നിഖിൽ ചൗധരി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജനാണ് കേട്ടോ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അടുത്തിടെ ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയൻ ടീമിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജൻ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്, നിലവിൽ ഓസ്ട്രേലിയൻ ടീമിന് വേണ്ടി കളിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ത്യൻ വംശജനാണ്. അപ്പോൾ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ക്രിക്കറ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയൻ ടീമിൽ ഇടം പിടിച്ചതോടുകൂടിയാണ് ഈ പറയുന്ന നിഖിൽ ചൗധരി പ്രസിദ്ധനായത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പ്രധാനപ്പെട്ട 2 വിയോഗങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് ഒരു ഫുട്ബോൾ താരമാണ്. അതായത് 2026 ജൂണിൽ അന്തരിച്ച മുൻ ബ്രസീൽ ഫുട്ബോൾ താരം. അദ്ദേഹത്തിന്റെ പേര് ബ്രിട്ടോ എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1970 നടന്ന, അതായത് മെക്സിക്കോയിൽ നടന്ന ഫുട്ബോൾ വേൾഡ് കപ്പിൽ കിരീടം നേടിയ ബ്രസീൽ ടീമിൽ അംഗമായ വ്യക്തിയാണ് ഈ പറയുന്ന ബ്രിട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി മറ്റൊരു വിയോഗം എന്ന് പറയുന്നത് 2026 ജൂണിൽ അന്തരിച്ച യമനിലെ അറിയപ്പെടുന്ന ഒരു സാഹസിക യാത്രികൻ. അത് യമൻ എന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു അറിയപ്പെടുന്ന സാഹസിക യാത്രികൻ, അല്ലെങ്കിൽ സ്പൈഡർ മാൻ ഓഫ് യമൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആരെന്ന് പറയുന്നത് അൽ ഖ്വാഖ ബിൻ അന്തർ. എന്താണ് അൽ ഖ്വാഖ ബിൻ അന്തർ എന്ന് പറയുന്ന വ്യക്തി. സോ അദ്ദേഹം റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, അപകടത്തിൽപ്പെടുകയായിരുന്നു. അതേപോലെ ഒരു അഗ്നിപർവ്വത ഗർത്തത്തിന് സമീപം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അപകടത്തിൽപ്പെടുകയായിരുന്നു. അപ്പോൾ മതിയായ സുരക്ഷാ കാരണങ്ങളും സുരക്ഷയൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു പർവ്വതാരോഹണമൊക്കെ നടത്തിയിരുന്നത്. സോ അങ്ങനെയൊക്കെ വളരെ പെട്ടെന്ന് അദ്ദേഹം ട്രെൻഡിങ് ആയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയൊരു പേര് കൂടി ഇതാണ്. യമനിൽ എന്താണ് സ്പൈഡർമാൻ, അതായത് സ്പൈഡർമാൻ ഓഫ് യമൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. സോ അദ്ദേഹം 2026 മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക. എഗെയിൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, എന്ന് ഓർമ്മപ്പെടുത്തും, ഇനിയും ഓർമ്മപ്പെടുത്തും. അതായത് SCRT ഒരു മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്ക് ബുക്ക് വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. കാരണം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതിന്റെ ഉത്തരങ്ങൾ ഇതിലുണ്ട്. ദെൻ അത് മാത്രമല്ല റീസെന്റ് ആയിട്ട് PSCയിൽ ചോദിച്ച SCRT ബേസ് ചെയ്തിട്ടുള്ള PQs കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ പർച്ചേസ് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലുണ്ടാവും, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലുണ്ടാവും. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, veranta.channelkerala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാലും മതി. ഇനി അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുവഴി ഒക്കെ തന്നെ നിങ്ങൾക്ക് ടാലന്റിന്റെ ഏത് പ്രസിദ്ധീകരണങ്ങളും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്, ധീരജ് സേത്താണ്. അതിനുശേഷം സുഭാഷ് ചന്ദ്രൻ ഒരു പുരസ്കാരം കിട്ടിയ കാര്യം പറഞ്ഞു. എന്താണ് 2026 കേശവദേവ് പുരസ്കാരത്തിൽ സാഹിത്യത്തിനുള്ള പുരസ്കാരം കിട്ടിയത് ആർക്കാണ്, സുഭാഷ് ചന്ദ്രനാണ്. അതിനുശേഷം പറഞ്ഞത് സദ്ഭരണം സഹാനുഭൂതി എന്ന് പറയുന്ന പ്രമേയത്തിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്, 2026 ജൂൺ മാസത്തിൽ പുതിയ സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അവതരിപ്പിക്കട്ടെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം നമ്മൾ പറഞ്ഞ പദ്ധതി എന്തായിരുന്നു, പ്രോജക്ട് ഗംഗ എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ. അതായത് ഉത്തർപ്രദേശിലെ പദ്ധതിയാണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞു, ഉത്തർപ്രദേശിലെ ഗ്രാമീണ മേഖലകളിൽ എന്ത് കൊണ്ടുവരിക, കുറഞ്ഞ ചെലവിൽ ഹൈ സ്പീഡ് ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുക. ഇതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. പ്രോജക്ട് ഗംഗ ഉത്തർപ്രദേശ്. അതിനുശേഷം ഒഡീഷയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും, അതായത് KG മുതൽ PG വരെ, അതായത് സർക്കാർ ഉടമസ്ഥതയിലുള്ള എല്ലാ KG മുതൽ PG തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ വിദ്യാഭ്യാസം കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പദ്ധതിയായിരുന്നു രഘുവീർ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഈ രഘുവീർ എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്, ഈ റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കുന്നതിനായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം കൊണ്ടുവന്ന പദ്ധതിയാണ്. അതിനുശേഷം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരം ഏതാണെന്ന് പറഞ്ഞു. ഏതാണ്, ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതിനുശേഷം 2026 ലോക രക്തദാതാക്കളുടെ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് പറഞ്ഞു. 1 ഡ്രോപ്പ് ഓഫ് ഹ്യൂമാനിറ്റി, ഗീവ് ബ്ലഡ്, സേവ് ലൈഫ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ കാര്യം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫിഫ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഏതാണെന്ന് പറഞ്ഞു, ജർമ്മനിയാണ്. അതിനുശേഷം അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 350 വിക്കറ്റ് നേടിയ, വനിതാ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ വ്യക്തമാക്കിയതാണ്, T20 വരും, ടെസ്റ്റ് വരും, ഏകദിനം വരും, മൂന്നും കൂടെ ചേർത്തിട്ടാണ്. അതിൽ 350 വിക്കറ്റ് നേടിയ രണ്ടാമത്തെ താരം ദീപ്തി ശർമ്മ. ഇനി അല്ലാതെ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ 2ാം സ്ഥാനത്തും ദീപ്തി ശർമ്മ. ആദ്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജുലാൻ ഗോസ്വാമിയാണ്. ആ റെക്കോർഡ് ഉടനെ ബ്രേക്ക് ചെയ്യപ്പെട്ടേക്കാം കേട്ടോ. അതിനുശേഷം പറഞ്ഞത് അടുത്തിടെ ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് പരമ്പരയിൽ ഓസ്ട്രേലിയൻ ടീമിനിടം നേടിയ ഇന്ത്യൻ വംശജൻ നിഖിൽ ചൗധരിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ 2 വിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2026 ജൂണിൽ അന്തരിച്ച മുൻ ബ്രസീൽ ഫുട്ബോൾ താരം ആരാണ്, ബ്രിട്ടോയാണ്. അതേപോലെ തന്നെ അൽ ഖ്വാഖ ബിൻ അന്തർ എന്ന് പറയുന്ന യമനിലെ ഒരു സാഹസിക യാത്രികൻ അടുത്തിടെ അപകടത്തിൽപ്പെട്ട കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൂടെ ഓർക്കുക.
അടുത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ടാലന്റിന്റെ LGS PQ ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പരീക്ഷകളിൽ ഒരു 60% ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. സോ ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഈ ഒരു PQ ബുക്കിലൂടെ നിങ്ങൾക്ക് 30 സെറ്റ് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷൻസും ആണ് കിട്ടുക. അപ്പോൾ 30 സെറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏകദേശം 3000 ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടും. അപ്പോൾ അത് മാത്രമല്ല അതിന്റെ അനുബന്ധ വിവരങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അതുവഴി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ബേസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാം, 10th ലെവൽ പ്രിലിംസ്, ദെൻ 2027 നടക്കാനിരിക്കുന്ന LGS. അപ്പോൾ ഇതിനൊക്കെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് വെർച്വൽ ഓട്ടോപ്സി സംവിധാനം നടപ്പാക്കുന്ന ആശുപത്രി ഏതെന്നാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആണോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണോ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണോ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം ഏത് അപകടകരമായ രാസവസ്തു അടങ്ങിയ ടീ ബാഗുകൾക്കാണ് BIS വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ടാർട്രാസിൻ, എപ്പിക്ലോറോഹൈഡ്രേൻ, ദെൻ മെർക്കുറി, ലെഡ്. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ആൽബത്തിലെ ഗാനം നൃത്ത സംവിധാനം ചെയ്ത ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ്. അപ്പോൾ അത് രജിത് ദേവ് ആണെന്നുള്ള കാര്യം ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ദെൻ നമുക്കറിയാലേ നമ്മുടെ ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏതാ? അത് ദായി ദായി ആണല്ലേ, നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, അതുകൂടെ ഓർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന C34 ഡിജിറ്റൽ സുരക്ഷാ ബില്ല് അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? കാനഡയാണ്. നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ബില്ലുകളും മറ്റുമൊക്കെ പാസ്സാക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂൺ 15-16 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.